നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള കോടതി ഉത്തരവ് വരുന്നു. തൊട്ട് പിന്നാലെ തന്നെ ഫെഫ്കയും അമ്മയും ഒക്കെ ദിലീപിനെ തിരിച്ചെടുക്കുമെന്ന രീതിയിലൊരു പ്രതികരണം. ഇപ്പോൾ ഫെഫ്ക അത് വ്യക്തമാക്കി കഴിഞ്ഞു. നടപടികളൊക്കെ കഴിഞ്ഞ ദിവസം തുടങ്ങിക്കഴിഞ്ഞതാണ്. ഒരു വിധി വരാൻ കാത്തിരിക്കുകയായിരുന്നു ഫെഫ്ക പെട്ടെന്ന് തന്നെ തിരിച്ചെടുക്കുക. ഇപ്പോൾ ഭാഗ്യലക്ഷ്മി ഈ ഒരു നീക്കം തുടങ്ങിയ സമയം തന്നെ ഭാഗ്യലക്ഷ്മി ആ ഫെഫ്കയിൽ നിന്നും പടിയിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ സെഷൻ കോടതിയിൽ നിന്നുള്ള ദിലീപിന്റെ മോചന വാർത്തയാണ് ഒരുപക്ഷെ എല്ലാ മലയാളികളും ഉറ്റുനോക്കിയിരുന്നത്. മറ്റുള്ള 6 പ്രതികളുടെ ശിക്ഷ എന്തെന്നുള്ളതിനേക്കാളും അപ്പുറം ദിലീപിന് എന്ത് ശിക്ഷ കിട്ടും എന്നുള്ളതായിരുന്നു മാധ്യമങ്ങൾ കൂടുതൽ ഉറ്റുനോക്കിയിരുന്നത്. ഇത് തെറ്റ് ചെയ്തവർ ശരിക്കും ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ഇനി ശിക്ഷാ നടപടി എന്താണെന്നുള്ളത് ഇനി 15-ാം തീയതി എന്തോ ആണ് അറിയുന്നത്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ കോടതി വിധിച്ചിട്ടുണ്ട്. 7 മുതലുള്ള ഇങ്ങോട്ടുള്ള പ്രതികളെയാണ് വെറുതെ വിട്ടിരിക്കുന്നത്. അതിൽ ദിലീപ് ഉൾപ്പെടുന്നുണ്ട്. ദിലീപിന്റെ പേരിൽ ഗൂഢാലോചന അല്ലെങ്കിൽ പറയുന്നത് പോലെ തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളായിരുന്നു ആരോപിച്ചിരുന്നത്. പക്ഷേ ഈ കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. സ്വാഭാവികമായിട്ട് കോടതി നടപടി അനുസരിച്ച് ദിലീപിനെ വെറുതെ വിട്ടു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, മാധ്യമ വിചാരണ എന്ന് പറയുന്ന നീണ്ട 9 വർഷം ദിലീപും കുടുംബവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളത് തെളിയിക്കുന്നത് നീതിപീഠമാണ്. നീതിപീഠം അത് പറഞ്ഞിരിക്കുന്നത് ദിലീപ് കുറ്റക്കാരനല്ല എന്ന്. ഇനിയുണ്ട് ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും വേണമെങ്കിൽ പോകാം. ഒരു പക്ഷെ അവിടെ കേസ് ചിലപ്പോൾ മാറി മറിഞ്ഞെന്നും വരാം. പക്ഷെ നിലവിൽ ഇപ്പോൾ കുറ്റക്കാരനല്ല. വീണ്ടും മാധ്യമങ്ങൾ വിചാരണ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ഏറ്റവും കൂടുതൽ ഏതൊരു പ്രശ്നം സംഭവിച്ചാലും, ഏത് ആരോപണം ഉണ്ടായാലും, ഏത് വിഷയമുണ്ടായാലും നിയമം വിചാരണ ചെയ്യുന്നതിനേക്കാളും അല്ലെങ്കിൽ കോടതി വിചാരണ നടപ്പിലാക്കുന്നതിനേക്കാളും കൂടുതൽ, ജനങ്ങൾ വിചാരണ നടപ്പിലാക്കുന്നതിനേക്കാളും കൂടുതൽ, രാഷ്ട്രീയക്കാർ വിചാരണ നടപ്പിലാക്കുന്നതിനേക്കാളും കൂടുതൽ ഇപ്പോൾ മാധ്യമങ്ങളാണ് വിചാരണ ചെയ്യുന്നത്. ഈ മാധ്യമങ്ങൾ ഒരുപക്ഷെ പല കേസുകളും കൺവേർട്ട് ചെയ്ത് വിടാനും ഒരുപക്ഷെ ഈ മാധ്യമങ്ങളുടെ ഇതും കൂടി ഒരു ജഡ്ജി നോക്കുമല്ലോ. അത് ജനം സംസാരിക്കുന്ന ഈക്വൽ ടു മാധ്യമം എന്നുള്ള രീതിയിലല്ലേ വരുന്നത്. അപ്പൊ ഈ മാധ്യമ വിചാരണ പല കേസുകൾക്കും ഡൈവേർട്ട് ചെയ്ത് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇപ്പം ഇന്നലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ദിലീപ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന മറ്റേ ഇതൊക്കെ വെച്ചാണ് അവർ പകർത്തിയെടുക്കുന്നത് മാധ്യമങ്ങൾ. അതായത് ഈ വലിയ ഉത്സവ പൂരങ്ങളൊക്കെ ഫോട്ടോഗ്രാഫിയിലൂടെ പകർത്തുന്നത് പോലെയാണ് ദിലീപിന്റെ വീടിനകത്ത് വരെ ഫോട്ടോ ഇത് കൊണ്ടുവന്ന് ഡ്രോണ് പറത്തി എടുക്കുന്നത്. എന്ത് മോശമായ ഏർപ്പാടാണ്. മാധ്യമങ്ങൾ എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത്. അപ്പൊ ഇത്തരത്തിൽ വലിയ രീതിയിൽ മാധ്യമ വിചാരണ നേരിട്ട ഒരു വ്യക്തിയാണ് ദിലീപ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞുകൊണ്ട് വലിയൊരു ഗൂഢാലോചന എനിക്കെതിരെ നടന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതിൽ എന്താണ് തെറ്റ്? അദ്ദേഹത്തിന് നടന്നിട്ടില്ല എന്നുള്ളതിൽ മറ്റെന്തെങ്കിലും തെളിവുകൾ നമുക്കുണ്ടോ? നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ എനിക്കോ തനിക്കോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കോ പറയാൻ പറ്റുമോ ദിലീപിനെതിരെ ഗൂഢാലോചന നടന്നിട്ടില്ല എന്നുള്ളത്? അപ്പം ഇപ്പോൾ തിരികെ അതിജീവിത പറയുന്നു, എനിക്കെതിരെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് നടന്നതെന്ന് പറഞ്ഞാലേ അവരുടെ ഭാഗത്ത് കേസ് ഇപ്പം പോയിരിക്കുന്നത്. അപ്പോൾ അത് 2 ഭാഗത്തും അങ്ങനെ പറയാനുള്ള ഇത് അവർക്കുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഭാഗത്ത് മാത്രമാണ് എപ്പോഴും മാധ്യമങ്ങൾ നിന്നത്. മറുഭാഗം കേട്ടിട്ടില്ല, മറുഭാഗം ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോഴും ദിലീപ് ഇപ്പോൾ നേരെ ഇനിയിപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. എനിക്കെതിരെ ഗൂഢാലോചന നടന്നു, അത് കണ്ടെത്തണം എന്നുള്ളത്. ഇന്നലെ ഇറങ്ങി ഉടനെ ദിലീപ് പറഞ്ഞ വാക്കുള്ളതല്ലേ, ഗൂഢാലോചന എനിക്കെതിരെ നടന്നു എന്നുള്ളത്. അപ്പോൾ അത് കണ്ടെത്തണം. കാരണം അങ്ങനെ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ദിലീപ് അതിൽ തെറ്റുകാരനല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും അധികം ഇരയാക്കപ്പെട്ട ഒരു വ്യക്തി ദിലീപ് തന്നെയായിരിക്കും അല്ലേ. തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കോടതി അതിപ്പോൾ തീരുമാനിച്ചു. കോടതി ഒരു വിധി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ജനങ്ങൾക്ക് സംശയമാണെങ്കിൽ, എന്നിട്ടും അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള സംശയം നിഴലിൽ തന്നെയാണ് ദിലീപിനെ നിർത്തിയെങ്കിൽ ദിലീപാണ് ഏറ്റവും വലിയ ഇരയെന്ന് ഞാൻ പറയും. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, നീണ്ട 9 വർഷം തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തി നീണ്ട 9 വർഷം അനുഭവിച്ചിട്ടുള്ള വ്യതകൾ, ആ കുടുംബം അനുഭവിച്ചിട്ടുള്ള വ്യതകൾ, അല്ലെങ്കിൽ അവർക്കുണ്ടായ മാനനഷ്ടം, അല്ലെങ്കിൽ അവർക്കുണ്ടായ കരിയറിന്റെ സാമ്പത്തിക നഷ്ടം, ഇതെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തോരം വലിയ ഒരു ഇരയാണ് ഒരു പക്ഷെ ദിലീപ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി ഹൈക്കോടതി സുപ്രീം കോടതി കിടപ്പുണ്ട്. അതിലേക്ക് പോകുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പക്ഷെ നിലവിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതി വിധി വന്നു കഴിഞ്ഞു. അപ്പോൾ പിന്നീട് കോടതി വിധിയെ നമ്മൾ നമ്മുടെ ജനാധിപത്യ രാജ്യത്തിൽ നമ്മൾ എപ്പോഴും ബഹുമാനിക്കേണ്ട എന്താണ്? നമ്മുടെ നിയമത്തിനെയാണ്, നമ്മുടെ കോടതി വിധിയാണ്. അത് ഇന്നലെ ഞാൻ 1-2 വക്കീലന്മാർ, അഡ്വക്കേറ്റ്സ് ഇതുപോലെ ആ ജഡ്ജി ഉൾപ്പെടെ ഇത് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചെയ്യുന്ന തരത്തിലുള്ള പല പരാമർശങ്ങളും കണ്ടു. ഒരിക്കലും അത് പാടില്ല. നീതി ദേവത അല്ലെങ്കിൽ ജഡ്ജി എന്നൊക്കെ പറയുന്നത് അവര് ഒരു ഭാഗത്ത് നിന്നുകൊണ്ടല്ല, തെളിവുകളുടെയും കൃത്യമായിട്ടുള്ള ആരോപണങ്ങളുടെയും കൃത്യമായിട്ടുള്ള തെളിവുകളുടെയും മറ്റുള്ളതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരു വിധി വരുന്നത്.
അത് ഇന്ത്യൻ നിയമവ്യവസ്ഥിതിയിൽ നിൽക്കുന്ന ജനാധിപത്യ രാജ്യത്തിലുള്ള ആ ഏത് നിയമമാണോ നിൽക്കുന്ന ആ രീതിയിൽ അനുസരിച്ച് ഒരു വിധി പകർപ്പായിരിക്കും. നീണ്ട 8 വർഷത്തെ വിചാരണയാണ്, പെട്ടെന്നുണ്ടായ ഒരു വിധിയല്ല. അപ്പോൾ ഇഴ കീറി പരിശോധിച്ചുള്ള വിധിയെ പോലും ഇപ്പോഴത്തെ ആൾക്കാർ മാനിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. തീർച്ചയായിട്ടും അതിനെ ബഹുമാനിക്കണം. അല്ലെങ്കിൽ നാളെ നമുക്ക് നീതിപീഠത്തിന്റെ മുന്നിൽ എന്താണ് ഒന്നുമില്ലാണ്ടാവും അല്ലെ, പിന്നെ ഈ രാജ്യം ഇല്ലാണ്ടാവും, രാജ്യത്തിന് നിയമവ്യവസ്ഥ ഇല്ലാണ്ടാവും. കോടതി പറയുന്നത് ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്നല്ലേ? അപ്പോൾ നിരപരാധിയാണ് അല്ല കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു എന്ന് തെളിവ് ഇല്ല എന്ന്. നീണ്ട 8 വർഷമാണ് ഈ തെളിവുകൾ കണ്ടെത്താൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിജീവിതയോട് ഒപ്പം ഇപ്പോൾ ഞാനും ഈ പറയുന്ന ആൻസിയും സർക്കാരും ഈ പറയുന്ന അമ്മ സംഘടനയും എല്ലാ സ്ത്രീകളും സാംസ്കാരിക നായികമാരും എല്ലാവരും ഇല്ലേ? ആരെങ്കിലും അതിജീവിതയ്ക്ക് ഇല്ലാണ്ടുണ്ടോ? ഒരു സമൂഹം മുഴുവനും അവർക്കൊപ്പം ഉണ്ട്, പോലീസ്. അപ്പൊ അവിടുന്ന് എങ്ങനെയാണ് തെളിവുകൾ നഷ്ടമാകുന്നത്? എങ്ങനെയാണ് അതിജീവിതയ്ക്ക് എതിരായിട്ട് വരുന്നത്? ഒരിക്കലും വരില്ല. കൃത്യമായ തെളിവുകളും കൃത്യമായ ഇഴ കീറിയുള്ള പരിശോധനകളും എല്ലാം നടത്തി കൃത്യമായി അത് സമർപ്പിക്കാൻ ഒരു പക്ഷെ പ്രോസിക്യൂഷന്റെ അഭാവം അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ എന്തെങ്കിലും കഴിവുകേട് കാരണം ഈ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ എല്ലാം കൊടുത്തിട്ടുണ്ട് അവിടെ. പ്രോസിക്യൂഷന് എന്തെങ്കിലും അഭാവം ഉണ്ടെങ്കിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവിടെ ഒന്നും അട്ടിമറിക്കാൻ പറ്റില്ല. ഇത് വലിയ ഒരുപക്ഷെ നമ്മുടെ രാജ്യം ഉറ്റുനോക്കിയ ഒരു കേസാണ്. ഇത്രയും ദൈർഘ്യമേറിയ കേസ് എനിക്കൊന്നും വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇത്രയേറെ ഇഴകേറി പരിശോധിച്ച ഒരു കേസിൽ എങ്ങനെയാണ് ഒരു അട്ടിമറി ഉണ്ട്? അവിടെ കുറ്റക്കാർക്ക് ശിക്ഷ കിട്ടിയല്ലോ. 1 മുതൽ 6 വരെയുള്ള ആ പെൺകുട്ടിയോട് ക്രൂരമായ പീഡനം നടത്തി എല്ലാവരെയും തൂക്കിയെടുക്കാൻ ഇനിയിപ്പോ കോടതി വിധിക്കുമല്ലോ. പക്ഷെ അവിടെ ദിലീപിന്റെ പേരിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ദിലീപ് തെറ്റിയത്, ദിലീപ് ഗൂഢാലോചന നടത്തി. ഇതിന്റെ പിന്നിൽ ശരിക്കും ഗൂഢാലോചന നടത്തിയ ദിലീപ് എന്ന് പറയുന്ന ആളിലേക്ക് വിരൽ ചൂണ്ടാതെ മറ്റാരെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി നോക്കേണ്ടുന്നത്. ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇപ്പോൾ ഒരു കോടതി വിധി വന്നിട്ടുണ്ടെങ്കിൽ തെളിവുകളുടെ അഭാവമാണ്. ഏതെങ്കിലും തരത്തിലൊക്കെ ഒരു തെളിവ് വരുമല്ലോ. ഇപ്പോൾ പൾസർ സുനി എന്ന് പറയുന്ന ക്രിമിനൽ ഒരു കത്ത് എഴുതുകയാണ് ദിലീപേട്ട എന്ന് പറഞ്ഞുകൊണ്ട്. അതും അവിടെ ചെന്ന് 2 വർഷത്തിന് ശേഷം ജയിലിൽ നിന്നുണ്ട്. ഏതെങ്കിലും ക്രിമിനൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുകൊണ്ട് അങ്ങനെ കത്ത് എഴുതും? ക്രിമിനലിന് അറിഞ്ഞൂടെ ഇത്തരത്തിൽ അങ്ങനെ ഒരു കത്ത് എഴുതിയാലോ ഫോൺ സന്ദേശം അയച്ചാലോ പോലീസ് തൂക്കും എന്നുള്ളത്? അപ്പൊ അത് മനഃപൂർവ്വം ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊടുക്കാനായിക്കൂടാ എന്നുള്ളത് എന്താണ്? പൾസർ പറയുന്നതെല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അയാൾ ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരു വ്യക്തിയല്ലേ? അപ്പൊ അയാള് ദിലീപിനെ കൊടുക്കാൻ ആണോ അല്ലയോ എന്നുള്ളത് എങ്ങനെ അറിയാം? അപ്പൊ അയാൾ തീർച്ചയായിട്ടും ഇത് ഇഴകീറി ഇനിയും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇയാളുടെ പിന്നിൽ ആരാണ്? ഇയാൾ കൃത്യമായിട്ടും ദിലീപിനെ ഫോക്കസ് ചെയ്യുമ്പോൾ ദിലീപ് അല്ലെങ്കിൽ പിന്നെ ആര്? ദിലീപ് അല്ല എന്നുള്ളത് ഇപ്പോൾ കോടതി പറഞ്ഞു, എങ്കിൽ പിന്നെ ആര്? അതാണ് ഇനി ചോദ്യചിഹ്നമായിട്ട് വരുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞത് ഫെഫ്കെ എന്തുകൊണ്ടാണ്, അതാണ് നമ്മുടെ ചോദ്യം. അമ്മ സംഘടന ദിലീപിനെ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു വിഷയം വന്നപ്പോൾ എന്ത് സ്പീഡിനാണ് ഫെഫ്കയും അമ്മയും ദിലീപിനെ പുറത്താക്കിയത് അല്ലേ? വളരെ വേഗം തന്നെ. ആദ്യം അമ്മയായിരുന്നു തോന്നുന്നു കുറച്ച് ദിവസം ഡിലേ ചെയ്ത് പിന്നീട് പുറത്താക്കി. പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ പുറത്താക്കി. അതുപോലെ തന്നെ ഒരാൾ കുറ്റവിമുക്തനായി കഴിഞ്ഞാൽ എന്തുകൊണ്ട് അതേ വേഗതയിൽ അദ്ദേഹത്തിന് തിരിച്ചെടുത്തുകൂടാ? ഈ നമ്മൾ ഒരാളെ പുറത്താക്കുമ്പോൾ കാണിക്കുന്ന വ്യഗ്രത, അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുമ്പോൾ തിരിച്ചെടുക്കുന്നതിന് എന്താണ്? ഇന്നിപ്പോ പല മാധ്യമങ്ങളും പറഞ്ഞു എന്ത് വേഗത്തിലാണ് ഫെഫ്ക സംഘടന അതിവേഗമായിട്ടുള്ള. ഒരു നിമിഷം പോലും പാടില്ല. അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും അദ്ദേഹത്തിന്റെ കുറ്റം ചെയ്ത് ഒരു തെറ്റുകാരൻ എന്നുള്ള ഒരു സ്ഥാനത്ത് നിർത്താൻ പാടുണ്ടോ? തെറ്റുകാരൻ എന്ന് സമർത്ഥിച്ചു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ അദ്ദേഹത്തിന് ആ സംഘടനയിൽ നിന്ന് പുറത്താക്കിയില്ലേ? അപ്പോൾ തെറ്റുകാരനല്ല എന്ന് കോടതി ഒരു വിധി വന്നു കഴിഞ്ഞാൽ അതേ സ്പീഡിൽ അദ്ദേഹത്തിനെ തിരിച്ചേറ്റിക്കൂടെ? ഇന്ന് മാധ്യമങ്ങൾ അത് പറയും. ഇപ്പൊ ആൻസി ഉൾപ്പെടെ എന്തുകൊണ്ടാണ് ഇത്രയും വേഗം കാണിച്ചതെന്ന്. ആ വേഗം കാണിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇനിയിപ്പോ ഭാഗ്യലക്ഷ്മി ഇരയോടൊപ്പമാണ്, അതിജീവിതയോടൊപ്പം നമ്മളെല്ലാവരും ആണ്. ഒരു ഫെഫ്കെന്ന് പോകുന്നതും പോകാത്ത അവരുടെ ദിലീപിനെ തിരിച്ച് അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അവര് പക്ഷെ ഇന്ന ആളെ തന്നെ ഈ ഒരു കേസിൽ പെടുത്തണം എന്ന് വാശി പിടിക്കരുത്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നതായിരിക്കത്തില്ല ശരിക്കും ഇതിന്റെ പിന്നാമ്പുറം. ഇപ്പം അതിജീവിതയാണെങ്കിലും ഇപ്പൊ ഈ പറയുന്ന ഭാഗ്യലക്ഷ്മി ആണെങ്കിലും ദിലീപാണ് കുറ്റക്കാരൻ എന്ന് അവർ വിശ്വസിക്കുന്നു. അവർക്ക് ചിലപ്പോൾ അതിന്റെ തെളിവുകളുണ്ടെങ്കിൽ അവർ കോടതി സമർത്ഥിച്ചത് ജയിക്കാവുന്നതെല്ലാം ഉണ്ടായിരുന്നുള്ളൂ. ചിലപ്പോൾ അവർക്ക് അവരുടെ ചില ഇപ്പം ഈ പറയുന്നോണം നേരത്തെ അതിജീവിതയോട് ചില ഈ ഫാമിലിയുമായിട്ട് ദിലീപിന്റെ ഫാമിലിയുമായിട്ട് ബന്ധമുള്ള ചില കാര്യങ്ങളിൽ അതിജീവിത ഇടപെട്ടു എന്നുള്ള തരത്തിലാണ് ഈ അതിജീവിതയോടും ദിലീപിന് കുറച്ച് വൈരാഗ്യം ഉണ്ടായത് എന്നുള്ളതാണ് വരുന്നത്. അങ്ങനെയാണ് ഇത് കാണിച്ചത് എന്നുള്ള തരത്തിലല്ലേ കേസ് വന്നേക്കുന്നത്. പക്ഷേ അതല്ല, മറ്റെന്തെങ്കിലുമാണ് ശരിക്കും ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാഗ്യലക്ഷ്മി പറയുന്നതിലോ
അല്ലെങ്കിൽ ഈ പറയുന്ന മാധ്യമങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ? ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ തെളിവാണ് കോടതിക്ക് മുന്നിൽ ഏറ്റവും പ്രധാനം. അപ്പോൾ ഇത്രയും കാലത്തിനിടയിൽ തെളിവ് നശിപ്പിച്ചു അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കൂറുമാറി ഒരുപാട് പേര് കൂറുമാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്നാണ് പലരും ചോദ്യമായിട്ട് ഉന്നയിക്കുന്നത്. തെളിവ് നശിപ്പിച്ചിട്ടുണ്ടാകാം, പണത്തിൻ്റെ സ്വാധീനം കൊണ്ട് തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ടാകാം. തെളിവുകൾ എന്തായാലും ഹാജരാക്കുന്നിടത്താണ് കോടതിയിൽ നിന്നൊരു വിധി വരിക, തെളിവുകളില്ല എന്നതിൽ. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി എന്താണ്? തെളിവ് നശിപ്പിച്ചിട്ടുണ്ടാകാം, ഇതിൽ ഗൂഢാലോചനയുടെ കാര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തെറ്റ് ചെയ്തവർ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരുന്നു. പൾസർ സുനിയെ പോലുള്ള ഒരാളിനെ ഇത് തെറ്റ് ചെയ്ത ആ ക്രിമിനലിനെ കൈ കിട്ടിയിട്ടും പോലീസിന് ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ആരുടെ വീഴ്ചയാണ്? പോലീസിന് വീഴ്ചയാണ്. പൾസർ സുനിയെ പോലുള്ള ഒരാളാണ് ഇത് തെറ്റ് ചെയ്തത്. ആളാണല്ലോ ഈ പെൺകുട്ടിയോട് ഈ ക്രൂരകൃത്യം ചെയ്തത്. അതിന് തെളിവുകളുണ്ട്, സാക്ഷികളുണ്ട്, അത് അംഗീകരിച്ചിട്ടുണ്ട്, കുറ്റക്കാരനാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അയാളെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അയാളെ ചോദ്യം ചെയ്ത് ഇതിന്റെ പിന്നിൽ ആരാണെന്ന് അയാൾ ഫോക്കസ് ചെയ്യുന്നത് ദിലീപാണ്. പക്ഷേ അയാളെ മുൻനിർത്തി ഇന്ന് ഏതെല്ലാം തരത്തിൽ നുണ പരിശോധന ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യാം. അപ്പം അത്തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അയാളുടെ കണക്ഷൻസ്, ഇന്നലെ പോലും പൾസർ സുനി വന്നിറങ്ങി വലിയൊരു വാഹനത്തിലാണ്, ബ്രാൻഡ് വലിയൊരു ആർഭാട വാഹനത്തിലാണ്. ഈ പൾസർ ഈ ഇടയ്ക്ക് ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ കണ്ട ജീവിതം എന്ന് പറയുന്ന വലിയ ആർഭാടമുള്ള ജീവിതമാണ്. പൾസർ സുനി ഒരു സാധാരണ ഒരാളാണ്. എങ്ങനെയാണ് ഇത്രയും അതിവേഗം ഒരു വളർച്ച ഉണ്ടാകുന്നത്? ഒന്നും വേണ്ട, ഇന്നലെ വന്നിറങ്ങിയ വാഹനത്തിന്റെ പുറകെ ഒന്ന് ചൂട് വീഴ്ചാൽ പോരെ. ഇത് എങ്ങനെയാ എന്തോന്നുള്ള അറിഞ്ഞൂടെ? അപ്പൊ ഇതെവിടെയാണ്, ആർക്കാണ് മിസ്റ്റേക്ക് വന്നത്? അപ്പൊ കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്ന് പൊതുജന മധ്യത്തിലും ഒക്കെ പറയുന്നു, പക്ഷെ കണ്ടെത്തുന്നില്ല, അല്ലേ? അപ്പൊ പൾസർ സുനി എന്തുകൊണ്ടാണ് ഈ നടിയോട് വൈരാഗി? ഇപ്പൊ വന്നിരിക്കുന്ന പൾസർ സുനിക്ക് നടിയോടുള്ള ഇതുകൊണ്ട് അല്ലെങ്കിൽ അയാൾ കാണിച്ച ചെറ്റത്തരം എന്നുള്ളത് വരുന്നു. പക്ഷെ ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ പൾസർ സുനിയിലേക്ക് കുറച്ചുകൂടി അന്വേഷണം വ്യാപിപ്പിക്കണമായിരുന്നു. പക്ഷെ ഇത് ആദ്യമേ ദിലീപിലേക്ക് അങ്ങ് പോയത് കൊണ്ടാണ് പല തെളിവുകളും അവിടെ നഷ്ടമായത്. ശരിക്കും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ ശരിക്കുമുള്ള വ്യക്തിയെ രക്ഷപ്പെടുത്തുന്ന തരത്തിലാണ് ശരിക്കും അന്വേഷണം മാറിപ്പോയത്. അപ്പോൾ ഇനിയിപ്പോൾ ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും പോവുകയാണെങ്കിൽ തിരിച്ചൊരു തുടരന്വേഷണമാണ് വേണ്ടുന്നത്. ഇതിൽ മെമ്മറി കാർഡ് ഉൾപ്പെടെ പലതും മിസ്സിംഗ് ആണ്. അത് റെക്കോർഡ് ചെയ്തു എന്ന് പറയുന്നു, അതിൻ്റെ പലതും മിസ്സിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൃത്യത എവിടെ എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഇതിൻ്റെ ആദ്യം മുതലുള്ളത് നമ്മളുടെ ഇന്നത്തേക്ക് സാങ്കേതിക വിദ്യകൾ ഇത്രത്തോളം വളർന്നിട്ടും ഈ കേസിന്റെ തുമ്പ് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആരുടെ ഇതാണ്? പോലീസ് അന്വേഷണ സംഘത്തിന്റെ. ഈ പ്രതിയെ പിടിച്ചു വെച്ചിട്ടുണ്ട്, അവന്റെ പിന്നിൽ ആരാണെന്നുള്ള കണ്ടെത്താൻ പറ്റുന്നില്ല, പോലീസിന്റെ വീഴ്ച. അപ്പൊ ദിലീപിലേക്ക് മാത്രം ഒരു ശ്രദ്ധ പോയതുകൊണ്ടാണ് യഥാർത്ഥ പ്രതി മുങ്ങിയത്. അങ്ങനെയും ചിന്തിച്ചൂടെ? ദിലീപിലേക്കെല്ലാം, കാരണം ദിലീപിന് ഈ പെൺകുട്ടിയുടെ എന്തോ ഒരു വൈരാഗ്യമുണ്ട്. അപ്പൊ എല്ലാവരുടെയും ഫോക്കസ് ദിലീപിലോട്ട് പോയി. പക്ഷെ ഇതിനിടയ്ക്ക് മറ്റേതെങ്കിലും പ്രതി ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ദിലീപിന് ഇപ്പൊ സുപ്രീം കോടതി പോകുന്നത്. ഇനി ദിലീപ് തെളിയിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെ അങ്ങനെ അത്തരത്തിൽ തെളിയിക്കാൻ ദിലീപിന് സാധിച്ചാൽ അന്ന് എന്തു പറയും? ഇനി ദിലീപ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നത് എനിക്കെതിരെ ഗൂഢാലോചന നടത്തി, അപ്പൊ ഇതിന്റെ പിന്നിൽ ആരാന്നും കൂടി ഒരു തെളിവ് വരും, അല്ലേ? അതായിരിക്കും യഥാർത്ഥ പ്രതി അല്ലെ യഥാർത്ഥ ഗൂഢാലോചനക്കാര്. അങ്ങനെ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അതാ പറഞ്ഞത്, നമ്മൾ എപ്പോഴും കോടതിയെ വിധിയെ ബഹുമാനിക്കുക. തെളിവുകളുടെ അടിസ്ഥാനമാണ്. ഏതെങ്കിലും തരത്തിൽ ദിലീപിനെ കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ദിലീപിന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ദിലീപിന് കുറഞ്ഞ വർഷമെങ്കിലും ഏതെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ, ഇതിപ്പം 3 കോടി രൂപ കൊട്ടേഷൻ കൊടുത്തു എന്ന് പറഞ്ഞ ദിലീപിന്റെ കമ്പനി, അന്ന് സിനിമാ കമ്പനിയാണല്ലോ. ഇപ്പൊ പൾസർ സുനിയെ പോലുള്ള വ്യക്തികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പലരും ഇപ്പൊ ദിലീപിന്റെ സിനിമയിൽ പൾസർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന അതിജീവിതയോടൊപ്പം ഡ്രൈവറായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അയാൾ ഒരു സിനിമാ മേഖലയിലെ ഒരു ഇങ്ങനെ വരണ്ട് നടക്കുന്ന ഒരു ക്രിമിനൽ ആയിരുന്നു. അപ്പം ഇയാളുമായിട്ടുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. 1 ലക്ഷം രൂപ അയച്ചു കൊടുത്തതിന് തെളിവുണ്ടായിരിക്കാം. പക്ഷേ 3 കോടി കൊട്ടേഷൻ കൊടുത്ത ആൾക്ക് 1 ലക്ഷം ആണോ കൊടുക്കേണ്ടത് അഡ്വാൻസ്? 3 കോടി കൊട്ടേഷൻ കൊടുത്ത ആൾക്ക് കുറഞ്ഞെങ്കിലും 1 കോടിയെങ്കിലും പോട്ടെ, 50 ലക്ഷമെങ്കിലും കൊട്ടേഷന് ആദ്യത്തെ എമൗണ്ട് കൊടുക്കട്ടെ. അപ്പൊ അവിടെ ഒത്തിരി വീഴ്ചകൾ വന്നിട്ടുണ്ട്. പിന്നെ 30,000 അയച്ചു കൊടുത്തതിന്റെ എന്തോ ഒരു ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്നോണം കത്തെഴുതും. ഒരു ക്രിമിനലും ചെയ്യാത്ത കാര്യമാണ്. വിവരമുള്ള ഒരു ക്രിമിനലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊട്ടേഷൻ കൊടുത്ത ആൾക്ക് കത്ത്. ഈ കൊട്ടേഷൻ കിട്ടി ഈ 3 കോടി കിട്ടുന്ന ആ വ്യക്തി കൊട്ടേഷൻ തന്ന ആളെ പ്രൊട്ടക്ട് ചെയ്യാനല്ല ശ്രമിക്കൂ. ഇത് പ്രൊട്ടക്ഷൻ അല്ല, ദിലീപിന്റെ പേര് കൂടുതൽ പൾസർ വലിച്ചിരുന്നതായിട്ടാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത്.
ഇപ്പം ആർക്ക് വേണമെങ്കിലും ആർക്ക് മെസ്സേജ് അയക്കും. ഇപ്പൊ ദിലീപിന് ഫോണിൽ മെസ്സേജ് അയച്ചു. ഇപ്പൊ നാളെ പൾസർ സുനി എനിക്ക് മെസ്സേജ് അയച്ചാൽ പൾസർ സുനി ഞാനുമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന്. ഇപ്പൊ മുഖ്യമന്ത്രിക്ക് മെസ്സേജ് അയച്ചാൽ മുഖ്യമന്ത്രിക്ക് കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. നാളെ പ്രധാനമന്ത്രിക്ക് മെസ്സേജ് അയച്ചാൽ പറഞ്ഞത് ആർക്കും മെസ്സേജ് അയക്കാലോ. പക്ഷെ അതിൽ നമ്മൾ കൊടുക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള മെസ്സേജുകളാണ്, അല്ലെങ്കിൽ സംസാരങ്ങൾ, അല്ലെങ്കിൽ അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതാണ് തെളിവുകൾ വേണ്ടുന്നത്. അത് എനിക്ക് തോന്നുന്നു പൾസർ കൂടുതലും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതും ശ്രമിച്ചിട്ടുണ്ട്. ഇതിന്റെ ശരിക്കുമുള്ള ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ ശരിക്കുമുള്ള ഇതിനകത്തെ വില്ലൻ അല്ലെങ്കിൽ വില്ലത്തി അല്ലെങ്കിൽ വില്ലന്മാര് അല്ലെങ്കിൽ വില്ലത്തിമാര് പുറത്തേക്ക് വരേണ്ടത്. അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇനി ദിലീപ് സുപ്രീം കോടതിയിലേക്ക് പോവുക തന്നെ വേണം. കാരണം അല്ലെ ഹൈക്കോടതിയിലേക്ക് പോവുക തന്നെ വേണം. കാരണം ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാന്ന് ദിലീപ് തെളിയിക്കട്ടെ. അങ്ങനെയെങ്കിൽ ശരിക്കുമുള്ള ആൾ അങ്ങനെ ഉണ്ടെങ്കിൽ ദിലീപ് തെളിയിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതോടെയെങ്കിൽ ഇനി ഒരു മാധ്യമ വിചാരണയും ഇതൊക്കെ ഒന്ന് ഇതാവുമല്ലോ. ഞാൻ ദിലീപിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ കോടതിയും ബഹുമാനിക്കുന്നു, കോടതിയുടെ നടപടിയെ ബഹുമാനിക്കുന്നു. നമ്മുടെ ജനാധിപത്യ രാജ്യത്തെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നമ്മുടെ നീതിപീഠത്തെയാണ്. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ദിലീപ് തെറ്റുകാരുടെ മനസാക്ഷിയുടെ കോടതിയുണ്ട്, ഈശ്വരന്റെ കോടതിയുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു കാലത്തും അതിൽ നിന്ന് മോചനം ഉണ്ടാവില്ല. മാത്രമല്ല ഇന്നല്ലെങ്കിൽ നാളെ ഹൈക്കോടതിയിലേക്ക് ഇപ്പോൾ അതിജീവിത പോകുന്നു. ഹൈക്കോടതി സുപ്രീം കോടതിയുണ്ട്, ഞാൻ അതിനെയും ബഹുമാനിക്കുന്നു. അവിടെ നിന്ന് ഒരു നീതി ആ പെൺകുട്ടിക്ക് കിട്ടും ഉറപ്പായിട്ടും. കാരണം ഇതിൽ ഏതെങ്കിലും തരത്തിൽ ദിലീപ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതി സുപ്രീം കോടതി ഈ സെഷൻ പോലല്ല, അവിടെ ഒരു പക്ഷേ മാറി മറിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോവുക തന്നെ വേണം. കാരണം ഇപ്പോൾ ഭാഗ്യലക്ഷ്മിക്ക് അടക്കം അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ, ദിലീപിനെ തന്നെ ഇപ്പോഴും സംശയിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലാണ് അവർ ഇതെങ്കിൽ അവർ പോകണം, ഫൈറ്റ് ചെയ്ത് നേടുക തന്നെ വേണം. അല്ലാതെ ഇപ്പൊ ഫെഫ്ക തിരിച്ചെടുത്ത് ഇപ്പം കുറ്റവിമുക്തനായതുകൊണ്ടാണ്, അതിൽ നമുക്ക് ഒന്നും പറയാം. അങ്ങനെ തിരിച്ചെടുക്കുക തന്നെ വേണം. ആയുഷ്കാലം മൊത്തം ഒരു മനുഷ്യൻ കുറ്റവിമുക്തനായിട്ടും ഇനി അദ്ദേഹത്തിന്റെ പുറകെ കരിയറിനെ നശിപ്പിക്കേണ്ട അദ്ദേഹത്തിന്റെ കുടുംബമുണ്ട്, മാനസികം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താണ്? ഇപ്പൊ ഫെഫ്ക എടുത്ത തീരുമാനം എന്തുകൊണ്ടും നല്ലതാണ്. ഇപ്പൊ അമ്മ അങ്ങനെ സംഘടന എടുക്കുന്നെങ്കിൽ നല്ല തീരുമാനം തന്നെയാണ്. കാരണം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പുറത്താക്കുന്നത് നന്നാണ്. ഈ പറയുന്ന ജനം പോലും കൈയൊഴിഞ്ഞേനെ. പക്ഷെ ഇത് തെളിയിക്കപ്പെട്ടിട്ട് അങ്ങനെ. ഇന്നലെ അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഈ ഒരു കേസ് ആദ്യം വന്നപ്പോൾ ഇതിൽ ദിലീപിനെതിരെ വലിയൊരു ഗൂഢാലോചന നടന്നു എന്നെനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തത്. ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഏറ്റവും വലിയ ഇര ആരായിരിക്കും? ദിലീപായിരിക്കും. അപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ എന്താണ് സംഭവിച്ചത്? ദിലീപ് പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ദിലീപിൻ്റെ ഈ പോരാട്ടം നീക്കം എന്തൊക്കെയാണ് ഇനി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ വരും ദിവസങ്ങൾ അറിയാം.